ജലപീരങ്കി ഏറ്റപ്പോൾ അത് മലിനജലം ആയിരുന്നുവെങ്കിൽ അതിൽ നിന്നും ദുർഗന്ധം വമിക്കുന്ന മണമൊന്നും ശരീരത്തിന് ദോഷമാണെന്ന് മനസ്സിലായെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ മാധ്യമങ്ങളോടോ മന്ത്രിസഭയിലോ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചില്ല എന്നാണ് നാദിറയുടെ ചോദ്യം. താൻ ചെയ്ത തെറ്റുകൾ മറച്ചുവെക്കാൻ ഒരവസരം കിട്ടുമ്പോൾ ഏത് വിഷയത്തിലും സോഷ്യൽ മീഡിയയിൽ ഇടതുപക്ഷത്തിനെതിരെ ഇറങ്ങിത്തിരിക്കുന്ന ആളാണ് രാഹുൽ എന്ന കുറ്റപ്പെടുത്തലും നാദിറ നടത്തിയിട്ടുണ്ട്. ഹു കെയർസ് അതാണ് ആറ്റിറ്റ്യൂഡ്, അതാണ്. അപ്പൊ ഹൂ കെയർസ് എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ ആൾ തന്നെയാണ് അല്ലേ? ഹു കെയർസ് അതാണ് ആറ്റിറ്റ്യൂഡ്, അതാണ് പ്രശ്നം. മൂന്നാമത്തെ കേസിലാണെങ്കിൽ ആ കേസിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയൊരു കുറ്റപത്രം കൊടുത്തപ്പോൾ അതിന് നല്ല അടി കിട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഭരണം മാറി, CPM-ൻ്റെ പോലീസുകാരെ ഉപയോഗിച്ച് എതിരാളികളെ ഇല്ലാതാക്കുന്ന പണി അത് പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ നമുക്കറിയാം, നമ്മുടെ രക്ഷാപ്രവർത്തന തല്ലിൻ്റെ കേസിലായാലും അല്ലെങ്കിൽ CPM പോലീസുകാരെ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള പല കള്ളത്തരങ്ങളുടെ കാര്യത്തിലായാലും അതൊക്കെ കാഫിർ സ്ക്രീൻഷോട്ട് അടക്കമുള്ള വിഷയങ്ങളിൽ കൃത്യമായ ആഭ്യന്തര വകുപ്പ് ഇടപെട്ടുകൊണ്ട് ഗംഭീരമായ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബിഗ് ബോസ് താരം നാദിറ രംഗത്ത്. അപ്പം ഞാനൊരു പോസ്റ്റ് ഇവിടെ വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ആ ഒരു വാർത്ത ഞാൻ വെച്ചുതരാം. നാദിറ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആഞ്ഞടിക്കുന്നൊരു പോസ്റ്റാണ് പങ്കുവച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു വാർത്ത ഞാൻ വെച്ചുതരാം. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. എത്ര ആളുകൾ രാഹുലിൻ്റെ തിരിച്ചുവരവ് കാത്തിരിക്കുന്നതെന്ന് അറിയാനാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് അമ്മമാർ, അതുപോലെ സഹോദരന്മാർ, ഒരുപാട് യൂത്ത് ജനറേഷൻ, ഒരുപാട് ആളുകൾ രാഹുലിൻ്റെ തിരിച്ചുവരവിനായിട്ട് കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാത്തിരിക്കുന്നവർക്ക് വീഡിയോ ലൈക്ക് ചെയ്യണേ. രാഹുൽ വരും എന്ന് പ്രതീക്ഷയുള്ള ആളുകളൊക്കെ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് ചെയ്ത്, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വയ്ക്കുക. ഇപ്പം വഴിയെ പോകുന്നവരൊക്കെ കയറി രാഹുലിനെ അങ്ങ് ചൊറിയാൻ നിൽക്കുക, മാന്താൻ നിൽക്കുക. വേറൊന്നുമല്ല, അങ്ങനെയെങ്കിലും റീച്ച് കിട്ടിക്കോട്ടെന്ന് വരുത്തിക്കുക. നമുക്കറിയാലോ റിനിയുടെ കേസ് കിട്ടും. റിനിയുടെ ഒരു വീഡിയോ ഞാൻ ഇതിനകത്ത് വെച്ച് തരാം. ഇന്ന് വരെ പേരും പറഞ്ഞിട്ടില്ല, പരാതിയും കൊടുത്തിട്ടില്ല. അതാണ് റിനി. അപ്പോൾ അതുപോലെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് രാഷ്ട്രീയമായിട്ടൊരു ബന്ധവും ഇല്ലാത്ത ബിഗ് ബോസിൽ പോയിട്ടുള്ള നാദിറ വന്നിട്ട് രാഹുലിനെ ചൊറിയാൻ നിൽക്കുകയാണ്. എന്തിനാണ്? റീച്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ നാദിറ ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് പോലീസ് വെള്ളം ഒഴിച്ച് രാഹുൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ആ പോസ്റ്റിനകത്ത് രാഹുൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അന്ന് ഞങ്ങളുടെ മേൽ ഈ ഒഴിച്ചിട്ടുള്ളത് ഈ പറഞ്ഞിട്ടുള്ള രസ്നാപ്പൊടിയോ അല്ലെങ്കിൽ ഐസ്ക്രീം വെള്ളമോ അല്ലെങ്കിൽ ഇത് പുണ്യവെള്ളമൊന്നും അല്ലായിരുന്നു, ഇതുപോലത്തെ മലിനജലമാണ് അന്നും ഞങ്ങളുടെ ദേഹത്ത് ഒഴിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഒരു പോസ്റ്റും രാഹുലിൻ്റെ ഒരു ഫോട്ടോയും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നാദിറ അതിനെതിരെയാണ് രാഹുലിനെ തിരിഞ്ഞ് ചൊറിയുന്നത്. പുള്ളിക്കാർ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് നിങ്ങളുടെ മേഘത്ത് മലിനജലമാണ് ഒഴിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ അന്ന് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നാണ് ചോദിക്കുന്നത്. അന്ന് രാഹുൽ മാത്രമേ പ്രതികരിക്കാതിരുന്നിട്ടുള്ളൂ. മുഖ്യധാര മാധ്യമങ്ങളെല്ലാം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഈ പറഞ്ഞിട്ടുള്ള പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോഴത്തേക്ക് അവരെയൊക്കെ വായടപ്പിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുവന്നുകൊണ്ടിരുന്നത് അല്ലേ? അന്ന് മുഖ്യധാര മാധ്യമങ്ങളെല്ലാം ആ തെറ്റ്, അന്ന് ആ ഒഴിക്കുന്ന ജലം വൃത്തികെട്ട വെള്ളമാണ്, മലിനജലമാണെന്ന് അന്ന് ചൂണ്ടിക്കാണിച്ചപ്പോഴത്തേക്ക് അന്ന് അതൊന്നും അത്ര വാർത്തയായില്ല. അന്ന് അതൊന്നും ആരും അങ്ങ് സംസാരിക്കാൻ വന്നില്ല. രാഹുൽ മാത്രമേ ഉള്ളൂ സംസാരിക്കാതിരുന്നിട്ടുള്ളൂ. മുഖ്യധാര മാധ്യമങ്ങളെല്ലാം അന്ന് സംസാരിച്ച കാര്യമാണ്. ഓക്കെ, എന്തായാലും നാദിറ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ ഒരു പോസ്റ്റ് വായിക്കാം. പോസ്റ്റ് വായിച്ചതിന് ശേഷം അതിൻ്റെ ഒരു വാർത്തയും കൂടെ ഞാൻ വെച്ച് തരാം. അപ്പോൾ പോസ്റ്റിനകത്ത് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാദിറ പറയുന്ന കാര്യമാണ്, സമരങ്ങൾക്കിടെ പ്രതിഷേധക്കാർക്ക് നേരെ പ്രയോഗിക്കുന്ന ജലപീരങ്കിയിൽ മലിനജലമാണ് ഉപയോഗിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ പരാമർശത്തെ പരിഹസിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിനെതിരെ ബിഗ് ബോസ് താരവും ആക്ടിവിറ്റിസ്റ്റുമായ നാദിറ മെഹദീൻ രംഗത്തെത്തി. എന്തോന്നടി ഇതൊക്കെ? ഒരു രാഷ്ട്രീയപരമായിട്ട് ഒരു ABCD പോലും അറിയാത്ത ആളുകളാണ് ഈ വന്നിരുന്ന് രാഹുലിനെ ചൊറിയാൻ വരുന്നത്. രാഹുൽ അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോണം, രാഹുൽ എപ്പം തിരിച്ചു വരും? ഇപ്പോൾ രാഹുലിൻ്റെ ഒരു തിരിച്ചുവരവ് ഉടനെ ഉണ്ടായിരിക്കും എന്നൊക്കെ ഒരു വാർത്തകളൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. മറുനാടനും അത് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. വേറെ നല്ല കുറ്റപത്രമൊക്കെ പോലീസ് കൊണ്ടുകൊടുത്ത കുറ്റപത്രമൊക്കെ തിരിച്ചയച്ചിട്ട് വേറെ എഴുതി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാഹുലിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ്, രാഹുൽ തിരിച്ചു വരും എന്നുറപ്പാകുമ്പോഴാണ്
ഇതുപോലുള്ള വീണ്ടും വീണ്ടുമുള്ള കുത്തിത്തിരിപ്പുകളുമായിട്ട് പല ആളുകളും രംഗത്ത് വരുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തം രാഷ്ട്രീയ നിലപാടുകളും തെറ്റുകളും മറച്ചുവെക്കാനാണ് ഓരോ അവസരത്തിലും ഇടതുപക്ഷത്തിനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ വിമർശനവുമായി എത്തുന്നതെന്നാണ് നാദിർ ആരോപിച്ചു. ചെറിയ വിഷയങ്ങൾ പോലും LDF സർക്കാരിനെതിരെ ഉയർത്തിക്കാട്ടാൻ മാധ്യമങ്ങളെ വിളിച്ചു കൂട്ടുന്ന നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിലെന്നും അവർ വിമർശിച്ചു. അതിനൊന്നും രാഹുലിന് മാധ്യമങ്ങളുടെ ഒരു ആവശ്യവുമില്ല. രാഹുലിന് പറയണമെന്ന് തോന്നി കഴിഞ്ഞാൽ പുള്ളി നല്ല വ്യക്തമായിട്ടുള്ള രീതിയിലും കൃത്യമായിട്ടുള്ള രീതിയിലും പുള്ളി അത് പറയുന്നുണ്ട്. പുള്ളിയുടെ സോഷ്യൽ മീഡിയയിലൂടെ അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. അത് അരിയാഹാരം കഴിക്കുന്ന ആളുകളും കാണുന്ന ആളുകൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അല്ലാതെ രാഹുലിന് പറയണമെന്ന് തോന്നുമ്പോഴത്തേക്ക് മാധ്യമങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് പറയുന്ന ഒരു രീതി ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പുള്ളിക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ സോഷ്യൽ മീഡിയയിലൂടെയാണ് പുള്ളി അത് പങ്കുവയ്ക്കുന്നത്. സമരങ്ങൾക്കിടയിൽ ജലപീരങ്കി പ്രയോഗിക്കപ്പെട്ടപ്പോൾ അത് യഥാർത്ഥത്തിൽ മലിനജലമായിരുന്നെങ്കിൽ അന്ന് തന്നെ എന്തുകൊണ്ട് അതിനെക്കുറിച്ച് മാധ്യമങ്ങളോടോ സർക്കാരിനോടോ പരാതി പറഞ്ഞില്ലെന്നും നാദിർ ചോദിച്ചു. ഇപ്പോൾ രാഷ്ട്രീയ വിമർശനത്തിനായി മാത്രം വിഷയം ഉയർത്തിക്കാട്ടുകയാണെന്നും അവർ ആരോപിച്ചു. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും നാദിർ പ്രതികരിച്ചു. LDF സർക്കാർ പദ്ധതിയിൽ മാറ്റം വരുത്തിയത് കോൺഗ്രസിൻ്റെ സമരഫലമായല്ല, മറിച്ച് മുന്നണിയിലെ CPIയുടെ ശക്തമായ നിലപാടിനെ തുടർന്നാണെന്ന് അവർ പറഞ്ഞു. ഈ വിഷയത്തിൽ മുമ്പ് ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്ന പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നുവെന്നും അവർ ചോദിച്ചു. LDF കാലത്ത് PM ശ്രീ പദ്ധതിക്കെതിരെ പ്രസ്താവന നടത്തിയ യൂത്ത് കോൺഗ്രസ് KSU നേതാക്കൾ ഇന്ന് എവിടെയാണെന്നും നാദിർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിലൂടെ ചോദ്യം ചെയ്തു. നാദിറയുടെ പ്രതികരണം രാഷ്ട്രീയ വൃത്തങ്ങളിലും സോഷ്യൽ മീഡിയയിലും ശ്രദ്ധ നേടുകയാണ്. അടുത്ത വട്ടം എങ്ങനെയെങ്കിലും മത്സരിക്കാൻ ഒരു സീറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പുറപ്പാടാണ് നാദിർ കാട്ടിക്കൂട്ടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുകൊണ്ടിട്ട്. ഓക്കെ, ഇനി ഞാനിവിടെ ഒരു വാർത്ത വയ്ക്കാം, അതും കൂടെ കണ്ടു. ഓക്കെ, ജലപീരങ്കി ഏറ്റപ്പോൾ അത് മലിനജലം ആയിരുന്നുവെങ്കിൽ അതിൽ നിന്നും ദുർഗന്ധം വമിക്കുന്ന മണമൊന്നും ശരീരത്തിന് ദോഷമാണ് എന്ന് മനസ്സിലായെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ മാധ്യമങ്ങളോടോ മന്ത്രിസഭയിലോ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചില്ല എന്നാണ് നാദിറയുടെ ചോദ്യം. താൻ ചെയ്ത തെറ്റുകൾ മറച്ചുവെക്കാൻ ഒരവസരം കിട്ടുമ്പോൾ ഏത് വിഷയത്തിലും സോഷ്യൽ മീഡിയയിൽ ഇടതുപക്ഷത്തിനെതിരെ ഇറങ്ങിത്തിരിക്കുന്ന ആളാണ് രാഹുൽ എന്ന കുറ്റപ്പെടുത്തലും നാദിറ നടത്തിയിട്ടുണ്ട്. നാദിറ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. അവർ പറയുന്ന വാക്കുകൾ ഇങ്ങനെ: മിസ്റ്റർ രാഹുൽ മാങ്കൂട്ടത്തിൽ, താങ്കൾ എല്ലാ കാലത്തും സമരം ചെയ്യുമ്പോൾ ഒരുപാട് മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി മുന്നോട്ടു പോകുന്ന ഒരു നേതാവ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. ആ സമയത്ത് LDFനെ പറ്റി പറയാൻ കഴിയുന്ന ചെറിയ വിഷയത്തിൽ പോലും ഉടനെ മാധ്യമങ്ങളെ വിളിച്ച് സംസാരിക്കുന്നതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതായത് രമണ, ഒരു വിദ്യാർത്ഥി തിരുവനന്തപുരത്ത് അല്ല എങ്കിൽ ഒരു ചെറുപ്പക്കാരൻ തിരുവനന്തപുരത്ത് കൂടി നടന്നു പോകുമ്പോൾ അവന്റെ കാലിൽ ഒരു മുട്ടുസൂചി കണ്ടാൽ അത് LDF ഗവൺമെന്റിന്റെ കാലിലെ പോരായ്മയാണെന്ന് പറഞ്ഞ് മാധ്യമങ്ങളെ വിളിക്കുന്നയാളാണ് നിങ്ങൾ. നിങ്ങൾക്ക് നിങ്ങളുടെ സമരകാലത്ത് ജലപീരങ്കി ഏറ്റപ്പോൾ അത് മലിനജലമായിരുന്നുവെങ്കിൽ അതിൽ നിന്നും ദുർഗന്ധം വമിക്കുന്ന മണമാണ് വന്നത് എങ്കിൽ ശരീരത്തിന് ദോഷമുണ്ടായി എങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ മാധ്യമങ്ങളോടോ മന്ത്രിസഭയിലോ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചില്ല? നിലവിൽ താൻ ചെയ്ത തെറ്റുകൾ മറച്ചുവെക്കാൻ ഒരു അവസരം കിട്ടുമ്പോൾ ഏത് വിഷയത്തിലും സോഷ്യൽ മീഡിയയിൽ ഇടതുപക്ഷത്തിനെതിരെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ചിലപ്പോൾ കോൺഗ്രസ് അണികൾ അതിന് കൈയടിച്ചേക്കാം. പക്ഷേ ഞങ്ങളെ ജനങ്ങൾ ഇതുപോലെ സമരം തന്നെ കാണും. LDF കാലത്ത് PM ശ്രീ പദ്ധതി മരവിപ്പിക്കാൻ തീരുമാനിച്ചത് പ്രതിപക്ഷമായിരുന്ന കോൺഗ്രസിന്റെയോ അതിന്റെ ബഹുജന സംഘടനയുടെ സമരത്തെ തുടർന്നല്ല, LDFിലെ രണ്ടാം കക്ഷിയായ CPIയുടെ ശക്തമായ നിലപാടിനെ തുടർന്നായിരുന്നു. എന്നാൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ PM ശ്രീ അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞ മുസ്ലിം ലീഗിന്റെ നേതാവും മന്ത്രിയുമായിട്ടുള്ള KM ഷാജിയും മുസ്ലിം ലീഗും ഈ വിഷയത്തിൽ ഇന്ന് സ്വീകരിക്കുന്ന നിലപാട് എന്താണ്? 10 വർഷത്തിന് ശേഷമാണ് AISF AIYF സമരം ചെയ്യുന്നത് എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനോട് ഒരു സംശയം ചോദിക്കട്ടെ. PM ശ്രീ നിലപാടിനെ LDF കാലത്ത് പ്രസ്താവന നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കളും KSU കുഞ്ഞുങ്ങളും ഇന്ന് എവിടെയാണ്? കൊടിമടക്കി തലയിണക്കീഴിൽ ഭദ്രമായി വെച്ചു. ഇത്തരത്തിലാണ് നാദിറയുടെ കുറിപ്പ്. അതേസമയം ഈ വാദപ്രതിവാദങ്ങളെല്ലാം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട റിനി ഫേമസ് ആയല്ലോ രാഹുലിനെ ചൊറിഞ്ഞിട്ട്. അതുപോലെ ഫേമസ് ആവാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം റിനിയുടെ അന്നത്തെ ഒരു ചെറിയൊരു ബൈറ്റ് വെച്ച് തരാം, മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന ബൈറ്റ്. അപ്പം അതിലെല്ലാം രാഹുലിൻ്റെ ഹൂ കേഴ്സ് എന്നുള്ളൊരു ഡയലോഗ് കൊണ്ടിട്ടാണ് റിനി സംസാരിക്കുന്നത്. ഒരു ആരോപണം, ചുമ്മാ തെളിവും ഇല്ല, ഒന്നുമില്ല.
എത്ര മാധ്യമങ്ങൾക്കിറങ്ങി ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്, എത്ര മാധ്യമങ്ങളിൽ ചാനൽ ചർച്ചകളിൽ രാഹുലുമായിട്ടുള്ള വിഷയങ്ങൾ വന്നിട്ട് സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും ഒരു തെളിവുകൾ പോലും റിനി കാണിച്ചിട്ടില്ല, രാഹുലിൻ്റെ മെസ്സേജ് പോലും കാണിച്ചിട്ടില്ല അല്ലേ. അപ്പം അതുപോലെ നൈസായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് വൈറലായി റീച്ച് ആവാനുള്ള പരിപാടിയൊക്കെയാണ് ഇതിലൂടെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. എന്നാലും റിനിയുടെ ഒരു ചെറിയൊരു ബൈറ്റും കൂടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ഊക്കേഴ്സ് എന്നല്ലാതെ വേറെ ഒന്നും ഇതുവരെ രാഹുലിനെ പറ്റിയിട്ട് പറഞ്ഞിട്ട് പോലുമില്ല. ഞങ്ങളെങ്ങനെ പറയും ഒരു പേര്? ആരെങ്കിലും പേര് പറയാതെ? അല്ല, അതാണ് ഞാൻ പറഞ്ഞല്ലോ, ഹൂ കെയേഴ്സ്, അതാണ് ആറ്റിറ്റ്യൂഡ്. നമ്മളിപ്പോൾ ഒരു പേര് പറയണമെങ്കിൽ അത് മാധ്യമ സൃഷ്ടിയാണെന്ന് അവരത് വ്യാഖ്യാനിക്കും, അത് മറ്റൊരു തലത്തിലേക്ക് നീങ്ങും. പക്ഷെ താങ്കൾ തന്നെയാണ് പറയുന്നത്, അത് താങ്കൾ തന്നെ ആ പേര് എക്സ്പോസ് ചെയ്യുമ്പോൾ അതനുസരിച്ച് തന്നെ മുന്നോട്ട് പോകാനും സാധിക്കും. ഏത് സംഘടനയുടെ ഭാഗമായി അല്ല, ഏത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രതികരിക്കുന്നു? അവർക്ക് ഉത്തരവാദിത്വം ഉണ്ട്. ഞാൻ പറയുന്നത് അവർ ഇനിയെങ്കിലും ഉത്തരവാദിത്വം എടുക്കണം എന്നുള്ളതാണ്, ഒരു ധാർമ്മികതയോടെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. പ്രസ്ഥാനത്തിന്റെ പേര് മാത്രം ഞാൻ ഒരു പ്രസ്ഥാനത്തെയും അങ്ങനെ വിശ്വസിക്കുന്നില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട പല നേതാക്കന്മാരും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ താങ്കളുടെ MLA പ്രസ്ഥാനമാണല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, ഏത് സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന പറഞ്ഞൂടെ? ഹൂ കെയേഴ്സ്, അതാണ് ആറ്റിറ്റ്യൂഡ്, അതാണ്. അപ്പൊ ഹൂ കെയേഴ്സ് എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ ആൾ തന്നെയാണ് അല്ലേ? ഹൂ കെയേഴ്സ്, അതാണ് ആറ്റിറ്റ്യൂഡ്, അതാണ്. മാധ്യമങ്ങൾ തന്നെ ചോദിച്ചിട്ടുണ്ട്, അയാളുടെ ഒരു വ്യക്തിയുടെ പേരോ ഏത് സംഘടനയുള്ള ആളാന്ന് പോലും പറയാതെ പിന്നെ എങ്ങനെയാണ് പറയുന്നതെന്നാണ് മാധ്യമങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഇളിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഈ ഇളിയെ പറ്റിയിട്ട് നമുക്ക് പറയേണ്ട കാര്യമില്ല, നമ്മൾ കണ്ടതാണ് സലീം കുമാറിൻ്റെ മരണാനന്തര ചടങ്ങിനകത്ത് ഇളിച്ചുകൊണ്ട് കയറി പോകുന്നതൊക്കെ, അതൊക്കെ ഭയങ്കര വിവാദമായതാണ്. ഓക്കെ, ഇനി ഞാൻ ജേർണലിസ്റ്റിൽ വന്നൊരു വാർത്തയും കൂടെ വെച്ച് തരാം. അപ്പം മറുനാടനിലും ജേർണലിസ്റ്റിലുമാണ് ഞാൻ രാഹുലിൻ്റെ തിരിച്ചുവരവും അതുപോലെ കുറ്റപത്രം തിരുത്തി എഴുതിക്കൊണ്ട് വരാൻ പോലീസിനോട് പറഞ്ഞതൊക്കെയായിട്ടുള്ള ഈ ന്യൂസ് ഞാൻ കണ്ടത്. ഞാൻ ഓൾറെഡി ആ വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊന്നും മുഖ്യധാര മാധ്യമങ്ങളൊന്നും കാണത്തില്ല, ഈ വാർത്ത കൊടുത്തിട്ടുമില്ല. നോക്കിക്കോണം. രാഹുലിനെതിരെ എന്തെങ്കിലും ചെറിയൊരു ആരോപണം വന്നിരിക്കട്ടെ, അപ്പം മുഖ്യധാര മാധ്യമങ്ങൾ എടുത്തിട്ട് അലക്കിക്കൊണ്ട് വരും അല്ലേ. എന്തായാലും നിങ്ങൾ ജേർണലിസ്റ്റിനകത്ത് വന്നിട്ടുള്ള രാഹുലിൻ്റെ തിരിച്ചുവരവിനെ പറ്റിയിട്ടും കുറ്റപത്രത്തിനെ പറ്റിയിട്ടൊക്കെ ഒരു വാർത്ത ഞാൻ വെച്ചു തരാം, അതും കൂടെ നിങ്ങളൊന്ന് കണ്ടുപോകെ. മൂന്നാമത്തെ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ കോടതി അത് സ്വീകരിച്ചുമില്ല. സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി കാര്യങ്ങൾ മാറുകയാണ്. എന്തുകൊണ്ട് ഒന്നാമത്തെയും രണ്ടാമത്തെയും കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കുന്നില്ല എന്നുള്ള ചോദ്യം മുഴച്ചു നിൽക്കുന്നു. മൂന്നാമത്തെ കേസിൽ എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യം ശക്തമായി ഉയരുന്നു. സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്ന് മൊട്ട അരുൺ ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളിലൂടെ തള്ളിയത് വെച്ച് നോക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരു കൊടും ക്രിമിനൽ കേരളത്തിൽ വേറെയില്ല. കേരളത്തിൽ എല്ലാ ജില്ലകളിലും സ്ത്രീകളെ പീഡിപ്പിക്കുന്ന, വഴിയെ ഒരു സ്ത്രീ പോയാൽ അവളെ ദൃഷ്ടി കൊണ്ട് ഗർഭം ധരിപ്പിക്കുന്ന അത്രയും സ്ത്രീകളോട് താല്പര്യമുള്ളൊരുത്തനായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സകലരും ചിത്രീകരിച്ചത്. പക്ഷെ ആ കേസിൻ്റെ മെറിറ്റിലേക്ക് പോകുമ്പോൾ ഈ പറയുന്ന ആരോപണങ്ങളൊന്നും തെളിയിക്കാൻ ഈ ആരോപണം ഉന്നയിച്ചവർക്ക് കഴിയുന്നില്ല. പരാതിക്കാരെക്കുറിച്ചോ പരാതികളെക്കുറിച്ചോ അല്ല പറയുന്നത്, അതിൻ്റെ മെറിറ്റിലേക്ക് നമ്മൾ പോകുന്നുമില്ല. പക്ഷേ ഈ പരാതിക്ക് ശേഷം സംഭവിച്ച കാര്യങ്ങൾ, അതിനുശേഷമാണല്ലോ ഈ മാധ്യമ വിചാരണയും മാധ്യമ ജഡ്ജിമാരുടെ തൂക്കിക്കൊല്ലലും ഒക്കെ നടന്നത്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെയും നമ്മൾ കേട്ടിരുന്ന ഒരു ആരോപണവും കോടതിക്ക് മുന്നിൽ ബോധ്യപ്പെടുത്താനോ തെളിയിക്കാനോ ശ്രമം പോലും ഉണ്ടായിട്ടില്ല. ആദ്യത്തെ കേസുകളിൽ അതിനുള്ള ശ്രമം പോലും ഇപ്പോൾ നടക്കുന്നില്ല. മൂന്നാമത്തെ കേസിലാണെങ്കിൽ ആ കേസിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയൊരു കുറ്റപത്രം കൊടുത്തപ്പോൾ അതിന് നല്ല അടി കിട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഭരണം മാറി, CPMൻ്റെ പോലീസുകാരെ ഉപയോഗിച്ച് എതിരാളികളെ ഇല്ലാതാക്കുന്ന പണി അത് പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ നമുക്കറിയാം, നമ്മുടെ രക്ഷാപ്രവർത്തന തല്ലിൻ്റെ കേസിലായാലും അല്ലെങ്കിൽ CPM പോലീസുകാരെ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള പല കള്ളത്തരങ്ങളുടെ കാര്യത്തിലായാലും അതൊക്കെ കാഫിർ സ്ക്രീൻഷോട്ട് അടക്കമുള്ള വിഷയങ്ങളിൽ കൃത്യമായ ആഭ്യന്തര വകുപ്പ് ഇടപെട്ടുകൊണ്ട് ഗംഭീരമായ പ്രവർത്തനം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കേസുകളിൽ ഈ പറയുന്ന ഗൂഢാലോചന അടക്കമുള്ളവ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പിടിക്കപ്പെടുമെന്ന് ഭയന്നുകൊണ്ടാണോ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ കുറ്റപത്രം സമർപ്പിക്കാത്തതെന്ന് ചോദിച്ചു. ഓക്കെ, കേട്ടല്ലോ. അപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിനെ പറ്റിയിട്ട് നാദിറയുടെ ഈ ഒരു പ്രതികരണത്തിന്, രാഹുൽ മാങ്കൂട്ടത്തിന് ഇട്ട പോസ്റ്റിനെ പറ്റിയിട്ടുള്ള പ്രതികരണത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായം. എനിക്ക് പേഴ്സണലി തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രാഹുലിനെ ചൊറിഞ്ഞിട്ട് ഒരു റീച്ച് ഉണ്ടാക്കിയെടുക്കുക, അതാണ് ലക്ഷ്യമെന്നാണ് എനിക്ക് തോന്നിയത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.